അന്താരാഷ്ട്ര വിപണിയിൽ നിലവിൽ $5000 മുകളിലാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ആശ്വസിക്കാൻ വകയില്ല. കേരളത്തിലും പൊന്നുവില ഉയരും. പവൻ വില GSTയും പണിക്കൂലിയും ഇല്ലാതെ തന്നെ 1,50,000 ആയേക്കും. ആശ്വസിക്കാൻ വരട്ടെ. സ്വർണ്ണവിലയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വരും ദിവസങ്ങളിലും വില താഴേക്ക് പോയാൽ അത് വലിയ അളവിൽ സ്വർണം വാങ്ങുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒന്നു തന്നെയാണ്. പക്ഷേ കാത്തിരിക്കണം. വിവാഹ സീസൺ അടുത്തിരിക്കെ കേരളത്തിലെ ജ്വല്ലറികൾ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് നിങ്ങൾക്ക് പിന്നീട് സ്വർണം സ്വന്തമാക്കാം. ബുക്ക് ചെയ്ത ദിവസത്തെ തുകയോ വാങ്ങുന്ന ദിവസത്തെ തുകയോ ഏതാണ് കുറവ് എന്ന് വെച്ചാൽ ആ തുകയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വർണം കൈക്കലാക്കാം. ചില വിപണി വിദഗ്ധർ പറയുന്നതനുസരിച്ച് സ്വർണ്ണവില ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ 1,00,000 താഴേക്ക് പോകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അമേരിക്കയിലെ നിലവിലെ സാമ്പത്തിക സംഭവവികാസങ്ങളാണ് സ്വർണ്ണവിലയെ ഇങ്ങനെ താഴേക്ക് വലിക്കുന്നത്. ഇന്ന് നിശ്ചലമായിരിക്കുകയാണ്. ആഗോള വിപണിയിൽ $ഡോളർ ശക്തി പ്രാപിക്കുന്നതാണ് കണ്ടത്. ഡോളർ ശക്തിപ്പെടുമ്പോൾ നിക്ഷേപകർ സാധാരണയായി സ്വർണത്തിൽ നിന്ന് മാറി മറ്റ് നിക്ഷേപങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും. ഇത് സ്വർണ്ണവിലയെ താഴോട്ട് വലിക്കുന്ന ഘടകമാണ്. എന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാം. ഹ്രസ്വകാലത്തേക്ക് വിലയിൽ വർധനവുണ്ടായാലും ദീർഘകാലാടിസ്ഥാനത്തിൽ താഴേക്കാണെന്നാണ് സൂചനകൾ. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ സ്വർണം വാങ്ങാൻ തിടുക്കം കാണിക്കരുതെന്നും വിദഗ്ധർ പറയുന്നു. അതേസമയം 2026 വില $6,000 എത്തുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. 2026 സെൻട്രൽ ബാങ്ക് സ്വർണ്ണ വാങ്ങലുകൾ 800 ടണ്ണായി ഉയർത്തുമെന്നും പറയുന്നുണ്ട്. മഞ്ഞലോഹത്തിനായുള്ള നിക്ഷേപകരുടെ സ്ഥിരമായ ആവശ്യം ചൂണ്ടിക്കാട്ടി 2026 സ്വർണ്ണവില ഔൺസിന് $6,000 ആയിരിക്കുമെന്നാണ് പ്രവചനം. ഒരു ഇടവേളയ്ക്ക് ശേഷം ആഗോള വിപണിയിൽ സ്വർണ്ണവില വീണ്ടും ഔൺസിന് $5,000 മുകളിൽ എത്തുന്നതും നാം കണ്ടു. വിലയിൽ 1.30% നേട്ടത്തോടെ $5,033 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. ജനുവരി അവസാനത്തോടെ വിലയിൽ ഏകദേശം 9% ഇടിവുണ്ടായി. പിന്നീടാണ് സ്വർണം വീണ്ടും കുതിക്കുന്നത് കണ്ടത്. 21.3% വരെ വിലയിടിവ് രേഖപ്പെടുത്തി. $4,400 ശേഷമാണ് വീണ്ടും മഞ്ഞലോഹത്തിന്റെ വില കുത്തനെ ഉയർന്നത്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ വില $5,000 മുകളിൽ തന്നെ നിലനിൽക്കുകയാണ്. വില ഉടൻ തന്നെ $5,400 വരെ എത്താനുള്ള സാധ്യതയും ഇനിയുള്ള നിമിഷങ്ങളിൽ പ്രവചിക്കാൻ സാധിക്കില്ല. എന്തായാലും ആഗോള വിപണിയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വില കുത്തനെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ വില ഉയരുമ്പോൾ കേരളത്തിലും സ്വർണ്ണവില ഇനിയും കുതിക്കും. ഇപ്പോൾ 1,25,000 GSTയും പണിക്കൂലിയും ഉൾപ്പെടെ ഒരു പവൻ ആഭരണത്തിന് നൽകേണ്ടി വരുന്നത്. എന്നാൽ ഇനി സ്വർണ്ണവില $6,300 ആയാൽ കേരളത്തിലും 1 ഗ്രാം സ്വർണത്തിന് വില 18,000 മുകളിലായിരിക്കും ഗ്രാം വില. അങ്ങനെ വന്നാൽ പവൻ വില GSTയും പണിക്കൂലിയും ഇല്ലാതെ തന്നെ 1,50,000 5% അടിസ്ഥാന പണിക്കൂലിയും 3% GSTയും ചേർക്കുമ്പോൾ അങ്ങനെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1,65,000 നൽകേണ്ടി വരും. ബിസിനസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.